ശബരി റെയിൽപാത യാഥാർത്ഥ്യത്തിലേക്ക് റെയിൽപാത നടപടികൾ വേഗത്തിലാക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച നടപടികൾ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. ഇതുമായി ബന്ധപ്പെട്ട പൊതു താൽപര്യ ഹർജികളിലെ തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു. പ്രഖ്യാപിച്ച് 3 പതിറ്റാണ്ട് അടുക്കുമ്പോഴാണ് ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഫണ്ട് വിഹിതവുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കിയതുമാണ് പദ്ധതി വൈകിയതിന് കാരണം. ഇപ്പോൾ ശബരി റെയിൽപാത പദ്ധതിയുടെ നടപടികൾ വേഗത്തിലാക്കുമെന്നാണ് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കൽ. ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ച ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കാനും നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാർ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചതായും കിഫ്ബി വഴി 1900 കോടി ചെലവഴിക്കുന്നതായും കോടതി അറിയിച്ചിട്ടുണ്ട്. ശബരി റെയിൽപാതയുടെ ആകെ പദ്ധതി ചെലവ് 3800 കോടിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യവിഹിതം വഹിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക. സംസ്ഥാനം ഭൂമി ഏറ്റെടുത്ത് റെയിൽവേക്ക് നൽകണം. അങ്കമാലിയിൽ തുടങ്ങി കാലടി, പെരുമ്പാവൂർ, ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, വാഴക്കുളം, തൊടുപുഴ, കരിങ്കുന്നം, രാമപുരം, ഭരണങ്ങാനം, ചെമ്മലമറ്റം, കാഞ്ഞിരപ്പള്ളി വഴി എരുമേലിയിൽ അവസാനിക്കുന്നതാണ് ശബരി റെയിൽപാത. ശബരിമല തീർത്ഥാടകർക്ക് ഏറെ ഗുണകരമാകുന്ന പാത കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ മലയോര മേഖലയുടെ വികസനത്തിനും കൂടാതെ കൃഷി വ്യവസായ മേഖലകൾക്കും ഉണർവേകും. ജനം, കൊച്ചി.